കാനഡ, മെക്സിക്കോ, ബ്രസീൽ അടങ്ങുന്ന രാജ്യങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ക്വാട്ടകളും ഇളവുകളും റദ്ദാക്കിക്കൊണ്ട് സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതികളുടെ തീരുവ ഗണ്യമായി ഉയർത്താനുള്ള ഒരുക്കത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ പ്രതിസന്ധിയിലായ വ്യവസായങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ട്രംപിന്റെ ഈ നീക്കം ഒരു വ്യാപാര യുദ്ധത്തിനാണ് വഴിയൊരുക്കുന്നത്. അലുമിനിയത്തിന്റെ US താരിഫ് നിരക്ക് 10%. ഇന്നത് 25% ട്രംപ് കുത്തനെ ഉയർത്തുകയാണ്. മാർച്ച് 4 മുതൽ നടപടികൾ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാനഡ, ബ്രസീൽ, മെക്സിക്കോ, ജർമ്മനി, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ കയറ്റുമതിക്കും ട്രംപിന്റെ നീക്കം ഭീഷണിയാകും. കാറുകൾ, സെമി കണ്ടക്ടറുകൾ, ഫാർമാസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്കുള്ള തീരുവയും ട്രംപിന്റെ പരിഗണനയിലുണ്ട്. തന്റെ പുതിയ നടപടികൾക്കെതിരെ മറ്റു രാജ്യങ്ങൾ പ്രതികാരം ചെയ്താലോ? ഇങ്ങനൊരു ഭീഷണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് പ്രശ്നമില്ല. ട്രംപിന്റെ ഈ നീക്കത്തെ തിരിച്ചടിക്കാൻ യൂറോപ്യൻ യൂണിയനും കാനഡയും തയ്യാറായി കഴിഞ്ഞു. ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്കുള്ള തികഞ്ഞ സാധ്യതയാണ് കാണിക്കുന്നത്. തിരിച്ചടിക്കാൻ ഒരുങ്ങി തന്നെയാണ് ജർമ്മനിയും നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ട്രംപിന്റെ ഉറ്റ സുഹൃത്ത് നരേന്ദ്രമോദി ട്രംപിന്റെ പ്രീതി പിടിച്ചു പറ്റാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മോദി ട്രംപ് കൂടിക്കാഴ്ച പരസ്പര വ്യാപാര ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായിരിക്കും ഇന്ത്യ പ്രാധാന്യം നൽകുക. മൈ ഫ്രണ്ട്, ഇന്ത്യയെ സഹായിക്കുമോ എന്ന് നോക്കിക്കാണാം. എന്തു തന്നെ ആയാലും ട്രംപിന്റെ നീക്കം ആഗോള വിപണികളെ പ്രതികൂലമായി ബാധിക്കും. തീരുവകൾ കാരണം സ്റ്റീൽ, അലൂമിനിയത്തിന്റെ വില ഉയർന്നേക്കാം. ഇത് ഈ ലോഹങ്ങൾ ഉപയോഗിക്കുന്ന വ്യവസായങ്ങളുടെ ഉൽപ്പാദന ചെലവുകളും വർദ്ധിപ്പിക്കും. അമേരിക്കൻ സ്റ്റീൽ, അലൂമിനിയം കമ്പനികളുടെ ഓഹരി വിലയിൽ വർധനയും എന്നാൽ ഗ്ലോബൽ നിർമ്മാതാക്കളുടെ ഓഹരി വിലയിൽ കുറവും സംഭവിക്കാം. സ്വർണ്ണവിലയെ മുൻനിർത്തുമ്പോൾ വ്യാപാര സംഘർഷവും സാമ്പത്തിക അനിശ്ചിതത്വവും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കും. ഇത് സ്വർണ്ണവില ഉയരാനും കാരണമാകും.